ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മീൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 കിലോ നെയ്മീൻ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മീനിൽ പിടിപ്പിച്ച് വെക്കണം. പിടിപ്പിച്ചിട്ടൊരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ലതുപോലെ ഇതിലൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. പരപ്പെല്ലാം പിടിച്ചൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. പരപ്പൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അത് വേകാൻ പാടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കൂടെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരുപാടങ്ങ് മുരിയേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ മീൻ വറുക്കുന്നതിൻ്റെ പകുതി മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഒത്തിരി കല്ലുപോലായ അച്ചാർ കൊള്ളില്ല. അപ്പം ഞാൻ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇതാണ് അതിൻ്റെ പരുവം കേട്ടോ. ഒരുപാടങ്ങ് മൂത്തുവാൻ പാടില്ല. ഓണം വെക്കേഷന് കുട്ടികൾ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത അച്ചാറാണിത് കേട്ടോ. ഓണം കഴിഞ്ഞ് അവർ ഹോസ്റ്റലിലേക്ക് തിരികെ പോയപ്പോഴേ ഉണ്ടാക്കി കൊടുത്ത അച്ചാറാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ പിടിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം. മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു മൺചട്ടി വെച്ച് ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഇതിന് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇടത്തരം വലിപ്പമുള്ള 2 കുടം വെളുത്തുള്ളി ഞാൻ പൊളിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കുറച്ചൊന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉലുവ കടുക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ചൂടാക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് കായപ്പൊടിയാണ്. സാധാരണ മീനച്ചാറിന് ആരും അങ്ങനെ കായപ്പൊടി ഇടാറില്ല, പക്ഷേ ഞാനിടും കേട്ടോ. കായപ്പൊടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് അച്ചാറിന്. അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പകരം വിനാഗിരിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇത് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ വറുക്കാൻ നേരം ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുക. കരിഞ്ഞ കണക്ക് തോന്നുമെങ്കിലും കരിഞ്ഞിട്ടൊന്നുമില്ല, മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അച്ചാറിട്ടിട്ട് അന്ന് തന്നെ ഇത് എടുക്കരുത് കേട്ടോ. ഒരു 2 ദിവസം വെച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴത്തേക്ക് ഇതിനകത്ത് എരിവും പുളിവും എല്ലാം നല്ലതുപോലെ പിടിച്ചിരിക്കും. ഇപ്പോൾ ചൂരയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ അച്ചാറാക്കി വെച്ചാൽ നമുക്ക് കുറേ നാളെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.